മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യോഗം ചേരുകയായിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗമായിരുന്നു. അതിനുശേഷമുള്ള നിർണായക തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 നടപ്പാക്കുമെന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രഖ്യാപനം. അതിൽ തന്നെ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അത് മാധ്യമങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിസഭാ തീരുമാനം. ജപ്പാൻ മാതൃക അടിസ്ഥാനമാക്കി പഠനം നടത്തി വകുപ്പ് രൂപീകരിക്കുമെന്നും ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. വാക്കാണ് പ്രധാനമെന്നും വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനമെന്നും ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം എന്ന് കൂടി മനസ്സിലാക്കണം. കാരണം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കാൻ നിരവധി പ്രാഥമിക ആവശ്യങ്ങൾക്ക് യാതൊരു സൗകര്യവുമില്ലാത്തൊരു സ്ഥലത്ത് അതികഠിനമായ മഴയത്തും കാറ്റത്തും ഭീകരമായ വെയിലത്തുമൊക്കെ ഞങ്ങൾ ഉരുകി തളർന്ന് നേടിയെടുത്ത് പൊരുതിയെടുത്തതാണ് ഈ വിജയം. സമരത്തിലൂടെ ഞങ്ങൾ 5000 രൂപയുടെ ഒരു വർധനവാണ് സംസ്ഥാനത്ത് നേടിയെടുത്തിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഇത് ഉയർത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തൃപ്തരാണോ? തീർച്ചയായിട്ടും. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 21,000 രൂപ നൽകുമെന്നാണ്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന ആളുകളിൽ സാമ്പത്തികം മെച്ചപ്പെടുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ വർധനവ് വരുത്തുവാൻ ഞങ്ങൾക്കും അതിനകത്ത് പങ്കുണ്ട്. ഞങ്ങൾ അതിന്റെ പങ്ക് നിർവഹിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓണററി വർധനവ് മാത്രമായിരുന്നില്ല, മറ്റ് പല ആവശ്യങ്ങളും നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടപ്പിലാകും എന്നുള്ളത്. അതെ, ഞങ്ങൾ വളരെ രണ്ടാമത്തെ ഡിമാൻഡായി വെച്ചത് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് അത് അടുത്ത മാസം അത് വിശദമായി പരിശോധിച്ച ശേഷം അടുത്ത മാസം അത് പരിഗണിക്കുമെന്നാണ്. തീർച്ചയായിട്ടും അതിനൊരു തീരുമാനമുണ്ടാകും. എന്ന് മാത്രമല്ല, ആശമാരുടെ സേവനവുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ, മറ്റു വിഷയങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈ പുതിയ ഗവൺമെന്റിന്റെ മുന്നിൽ, കഴിഞ്ഞ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ മുന്നിൽ അതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. പ്രഹസനമായിരുന്നു ആ കമ്മിറ്റി. പക്ഷേ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ആ ഡിമാൻഡുകൾ ഒന്നൊഴിയാതെ അത് അവതരിപ്പിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടിയിലേക്ക് കടക്കും. അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും. ഈ പോരാട്ടത്തിലൊപ്പമുണ്ടായിരുന്ന മറ്റ് ആശാപ്രവർത്തകർ വിളിച്ചിരുന്നോ? അവരറിഞ്ഞോ? തീർച്ചയായിട്ടും. സംസ്ഥാനത്തെ മുഴുവൻ ആശമാരും ഈ വാർത്തകൾ കണ്ട് വളരെ സന്തോഷത്തിലാണ്, വിളിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും കൈകോർത്ത് പിടിച്ചുന്നൊരു സമരമാണ്. ഞങ്ങളെ പിന്തുണച്ച കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ ആളുകളോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മാധ്യമ പ്രവർത്തകർ നൽകിയ ആശാ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച എസ് മിനിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.